ചെല്ലുണ്ട് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന ലാൽ മാജിക്. LJP എന്താണ് പ്രതീക്ഷിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും മലയാള സിനിമ കാണാത്തൊരു ഫിഗറിലോട്ട് ഈ സിനിമ മലയാള സിനിമ എത്തിക്കുമെന്നാണ് പ്രതീക്ഷ. വലിയ പ്രതീക്ഷ. നമ്മൾ മാത്രമല്ല, മലയാളികളെല്ലാം ഈ പടത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അറിയാലോ, പ്രതിഭയും പ്രതിഭാസവും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് മറ്റൊരു വഴിത്താര തുറന്നു നടക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ട് ലിജോ ജോസ് ലാലേട്ടൻ്റെ ഈ പറയുന്ന ബാലിബൻ മാറട്ടെ എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹം. ഒരു പോസിറ്റീവ് മാത്രം മതി, നെഗറ്റീവ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പടം പോസിറ്റീവ് ആണെങ്കിൽ, റെസ്പോൺസ് ആണെങ്കിൽ മലയാളത്തിൽ IH വരെ ആകാനുള്ള മുതലുള്ള സിനിമയാണ് മലൈക്കോട്ടെ ബാലിബൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ, മലയാളത്തിൻ്റെ ലാലേട്ടൻ്റെ മലൈക്കോട്ടെ ബാലിബൻ. ട്രെയിലറിൽ ലിജോ ജോസിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു, പുറത്തൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ. അതുകൊണ്ട് തന്നെ എന്താണ് സിനിമ ഉദ്ദേശിക്കുന്ന ആർക്കും ഇവരോട് മനസ്സിലായിട്ടില്ല. സിനിമ കാണും, ഇല്ലില്ല. ലിജോ ജോസ് പലശ്ശേരിയുടെ സിനിമകൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു തരം സ്റ്റൈലുണ്ടല്ലോ, അത് സിനിമയെ നമുക്ക് വീക്ഷിക്കാൻ പറ്റും. സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു തരം ഒരു ഫീൽ ഉണ്ടാകും. പെട്ടത് ലാലേട്ടൻ പറഞ്ഞില്ലേ, പ്രതിഭയും പ്രതിഭാസം ചേരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് ആഞ്ഞടിക്കും, അത് ഉറപ്പാണ്. സിനിമ എന്താ പറയുക, നെഗറ്റീവാണ് ഞങ്ങളൊന്നും പറയുന്നില്ല. പടം പോസിറ്റീവ് ആണെങ്കിൽ മലയാളത്തിൽ അടുത്ത IH യാത്രയാണ് ബാലിബൻ. ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറച്ച് പടങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വളരെ മോശം കാണിച്ചത്. അപ്പം നേര് വന്നിട്ട് നമുക്ക് നല്ലൊരു ഹിറ്റ് തന്നു. പക്ഷേ നമുക്ക് തിയേറ്ററിൽ ഇളകി മറിയുന്നൊരു ഹിറ്റ് നമുക്ക് ഈ അടുത്തിടയ്ക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പടം നമുക്ക് പഴയ നമ്മുടെ പുലിമുരുകൻ, ലൂസിഫർ പോലൊരു വമ്പൻ തിരിച്ചുവരവ് ലാലേട്ടൻ നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പടം പോസിറ്റീവായ എല്ലാ റെക്കോർഡും പൊളിഞ്ഞു. തീർച്ചയായിട്ടും മലയാള സിനിമ കാണാത്തൊരു ഫിഗറിലോട്ട് ഈ സിനിമ മലയാള സിനിമ എത്തിക്കുമെന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. കാരണം ഒരു 200 കോടിക്ക് മുകളിൽ ഈ പടം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷ. അത്ര ഉറപ്പാണ്. തീർച്ചയായിട്ടും. കാരണം ലാലേട്ടനെ മലയാളികൾ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് കാണാൻ കാത്തിരിക്കുന്ന ലെവലിലോട്ട് ഈ പടം വീണ്ടും കൊണ്ടുവരുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഈ സിനിമ മാസുമായിരിക്കും, ക്ലാസ്സുമായിരിക്കും. അല്ല, പൂർണ്ണമായ ഒരു മാസം എന്നുള്ള സിനിമയല്ല ഇത്. പോസിറ്റീവ് അടിച്ചാൽ പ്രത്യേകിച്ച് അറിയില്ല, UK പോലുള്ള സ്ഥലത്ത് 174 സ്ക്രീൻ ഈ പടം പോവുകയാണ്. അങ്ങനൊരു സിനിമ മലയാളത്തിൽ ആദ്യമാണ്. കാരണം മലയാള സിനിമയ്ക്ക് വിദേശത്ത് വലിയ ബൃഹത്തായ ഒരു മാർക്കറ്റ് തുറന്നു കൊടുക്കുകയാണ്. അതിപ്പോൾ ആശീർവാദിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം അപാരം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വിദേശത്ത് അവർ കാണിച്ചിട്ടുള്ളത്. എല്ലായിടത്തും തിയേറ്റർ 65ഓളം രാജ്യങ്ങളിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ നേട്ടം തന്നെയാണ്. അതോടൊപ്പം സിനിമ ഞാൻ പറഞ്ഞില്ല, ഇതൊരു പോസിറ്റീവാണ്. ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ആ പോസിറ്റീവാണ്, മലയാളികൾ പ്രതീക്ഷിക്കുന്ന ആ പോസിറ്റീവാണ്. ആ പോസിറ്റീവ് അടിച്ചാൽ പണ്ടൊരു ചെല്ലുണ്ട്, തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന ലാൽ മാജിക്. അതിവിടെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ബാലിബിന് വേണ്ടി കാത്തിരിക്കുന്നു. തിനുപ്പാപ്പച്ചൻ്റെ എക്സ്പെക്ടേഷൻ വെച്ചായിരിക്കും പുള്ളി അങ്ങനെ പറയാം. പുള്ളി കണ്ടിട്ടുണ്ടായിരിക്കും അത്. പക്ഷേ എല്ലാവരും അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പുള്ളിയുടെ പറച്ചിൽ ചിലപ്പോൾ പുള്ളിക്ക് അത് ഓക്കെയാണ്, നമുക്കെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. നോക്കാം കുലുങ്ങോ ഇല്ലയോ. ജേണർ റിവീൽ ചെയ്തിട്ടില്ല, പക്ഷേ അറിയാൻ സാധിച്ചൊരു മാസ്, അതായത് കൊമേഴ്ഷ്യൽ മാസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ക്ലാസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുലിമുരുകൻ പോലെ ത്രൂ ഔട്ട് മാസല്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ LJP എന്താണ് പ്രതീക്ഷിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും വേറെ വലിയ വൈശാഖിൽ നിന്നല്ല പ്രതീക്ഷിക്കുന്നത്. LJP, തൊട്ടപ്പൻ, ആമേൻ, ഇതെല്ലാം എടുത്ത് LJP എന്താണ്, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. LJPക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഇന്നലെ പുള്ളി ഇപ്പം ത്രൂ ഔട്ടായിട്ട് പോസ്റ്റുകളൊക്കെ വാലിബനെ പറ്റിയൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു വിശ്വാസം വരുന്നുണ്ട് അതിൽ. അതൊക്കെ നമുക്ക് കണ്ടറിയാം, ഇപ്പം പറയാൻ പറ്റത്തില്ല.